ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിലൂസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു മട്ടൻ കറി വെക്കാമെന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്നായി കഴുകിയെടുത്ത മട്ടൻ വെള്ളമൊക്കെ തോർന്നതിന് ശേഷം നമുക്ക് കുറച്ച് മസാല ചേർക്കാൻ വേണ്ടി എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു 1/2 കിലോ മട്ടനാണ്. എല്ലും നെയ്യും ഒക്കെ ഉള്ള മട്ടനാണ്. മസാല നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിലിനി മസാല നന്നായിട്ട് പിടിച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്രേവിക്ക് വേണ്ട സാധനങ്ങൾ റെഡിയാക്കാം. നമുക്ക് ഗ്രേവിക്ക് വേണ്ടത് ഒരു സവാള അരിഞ്ഞത്, പിന്നെ തക്കാളി ഒരു പകുതി തക്കാളി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് കരിവേപ്പില, 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 10-20 അല്ലി ചുവന്നുള്ളി. ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യും. എനിക്ക് എരിവ് കുറച്ച് മതി, ഇത് വലിയ എരിവില്ലാത്ത എരിവ് മുളക്, അതുകൊണ്ട് 2 എണ്ണം എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇത്രയും സാധനങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. നമുക്ക് ഈ ഇറച്ചി വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുക്കർ നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത്, വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി ആദ്യം ഇടേണ്ടത് കുറച്ച് ഉലുവയാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം ഉലുവ ഇട്ട് കൊടുക്കാൻ. ഉലുവ പൊട്ടുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞെടുത്ത് സവാളയും തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഈ സവാള വഴറ്റുന്നതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം ഈ മട്ടനകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ കുറച്ച് ഉപ്പ് ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവാള നന്നായിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതുകൊണ്ടാണ് ഈ സവാള വഴറ്റപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, ഈ ചതച്ച് വെച്ച് ഇഞ്ചി, ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ച സാധനങ്ങൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്കും കൂടെ നമ്മൾ കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ മട്ടനിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ മട്ടനിൽ ഇട്ട് കൊടുത്തിട്ട് ഈ അരപ്പിന് വേണ്ട പൊടികളാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പൊടികൾ കുറച്ച് ചേർത്താൽ മതി. ഇനി അതുകൊണ്ട് തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവിൽ കുറച്ചും കൂടെ കൂട്ടി ഇട്ട് കൊടുക്കുക. എനിക്ക് എരിവ് കുറച്ച് മതി, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തത്. ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ച മണം ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്കൊന്ന് കുറച്ചൊരു ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഈ സമയം നമുക്ക് കറിയുടെ ഉപ്പൊന്ന് നോക്കി കൊടുക്കണം. കാരണം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നോർമലാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട. ഇതിനകത്തേക്ക് നമ്മുടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിനകത്തേക്ക് ഈ മട്ടൻ ഇട്ട് കൊടുത്തിട്ട് മട്ടൻ്റെ എല്ലാ ഭാഗത്തും അരപ്പ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. തീ കൂട്ടിയിട്ടൊരു 3 വിസിലും അതിനുശേഷം തീ കുറച്ചൊരു 2 വിസിലും മതി.
അതുപോലെ കുക്കറിൻ്റെ ചിലരൊക്കെ കുക്കറിൻ്റെ പ്രഷർ അനുസരിച്ച് വിസിലിന് വ്യത്യാസം വരും. അഞ്ച് വിസിൽ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം. എൻ്റെ മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു നല്ല മണം വരുന്നുണ്ട് മട്ടൻ്റെ. എടാ നമ്മുടെ മട്ടൻ കറി സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് ഗ്രേവിയൊക്കെ തന്നെ നല്ല തിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, അധികം പണിയൊന്നുമില്ല. പെട്ടെന്ന് ഒരു കുക്കറിൽ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാനും പറ്റും. ഇനി ഇത് റോസ്റ്റായിട്ട് ആക്കി കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു എണ്ണയിൽ വേറൊരു പാത്രത്തിലെടുത്ത് റോസ്റ്റാക്കി എടുക്കാം. പക്ഷെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല തിക്കായിട്ടുണ്ട് ഗ്രേവിയൊക്കെ കണ്ടില്ലേ, നല്ല സൂപ്പറാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.